CJPയുടേത് തന്നെ മാതൃകയിലാണ് EJPയും വരുന്നത്. അന്ന് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ തുടങ്ങിയ പ്രതിഷേധം പിന്നീട് നഗരങ്ങളിലേക്ക് അതോടൊപ്പം തലസ്ഥാനത്തേക്ക് വലിയ രീതിയിൽ ജന്തർ മന്ദറിലെ വലിയ പ്രക്ഷോഭത്തിലേക്കൊക്കെ എത്തുന്നതാണ് നമ്മൾ കാണുന്നത്. EJPയുടെ ഭാവി എന്താകുമെന്നറിയില്ല. പക്ഷേ ജെൻസി ഏറ്റെടുത്തു കഴിഞ്ഞു ഈ ക്യാമ്പയിനും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്ങനെയാണ് ഇതിനോട് നാട്ടുകാർ പ്രതികരിക്കുന്നത്? പൊതുജനം സ്പീക്ക്. ശുദ്ധമായ പെട്രോൾ ഉണ്ടെങ്കിലേ നമുക്ക് വണ്ടി അതിന് കഴിച്ച് കണ്ടീഷൻ കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇപ്പോൾ അതിൽ മിക്സഡ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇതുണ്ടാവില്ലല്ലോ. വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ചില മൂവ്മെന്റ്സ് ഇപ്പോൾ ഇന്ത്യയിൽ ആരംഭിച്ച് തുടങ്ങിയിട്ടുണ്ട്. CJP ഒക്കെ പോലെ തന്നെ അങ്ങനത്തെ മൂവ്മെന്റ്സ് അത് നല്ല കാര്യമാണ്. കാരണം എല്ലാ ജനങ്ങൾക്കും വേണ്ടിയിട്ടല്ലേ. E20 പെട്രോൾ ഇപ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല. ഇപ്പോൾ വന്നാലേ അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാം. നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ വില നമുക്ക് താങ്ങാൻ പറ്റാത്തതിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ജനങ്ങൾക്കത് ഉപയോഗപ്രദമാണെങ്കിൽ അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. വണ്ടിക്ക് യോജിച്ച പെട്രോൾ അല്ല അത്. അതുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് ഒഴിവാക്കുക നല്ലത്. വണ്ടിക്ക് കേടില്ലാത്തൊരു സാധനം വരണമല്ലോ. ആദ്യം ഉണ്ടായിരുന്ന ആ പെട്രോൾ തന്നെയാണ് നല്ലത്. നോർമൽ പെട്രോളാണ് ബെറ്റർ എന്ന് എല്ലാവർക്കും തോന്നുന്നത്. കാരണം E20 പല പ്രശ്നങ്ങളും ഉണ്ടാവുന്ന വെഹിക്കിൾ ഓണേഴ്സൊക്കെ പറയുന്നു. നമ്മളൊക്കെ എപ്പോഴെങ്കിലൊക്കെ എടുക്കാറുള്ളൂ. പക്ഷേ പൊതുവേ ഇത് അധികം യൂസ് ചെയ്യുന്നവർ പറയുന്നത് E20 കാരണം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുന്നതെന്നാണ്. നാട്ടുകാർക്ക് ബെനിഫിറ്റുള്ളൊരു കാര്യം എപ്പോഴും നല്ലതായിട്ട് തന്നെ നമ്മൾ കാണണ്ടേ.